ഷാഫിക്ക് എവിടെയും പോയിട്ടില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കത്തിച്ചത് വിളിക്കണം തോന്നിയപ്പോ വെറുതെ കോൾ ചെയ്താ അപ്പൊ ചോദിക്കടാ എന്താ ഞാനൊരു സ്ഥലത്ത് കത്തിച്ചിട്ട് വരാം. ഇവന്റെ സന്തോഷം വേറെ ആരെക്കാളും. അതായത് റേഡിയോയില് നിന്റെ പാട്ട് വന്നതുണ്ട് എനിക്ക് അയച്ചു തന്നിക്ക്. എടാ റേഡിയോയില് രാവിലെ തന്നെ അകലെ നിലാവിന്റെ പാട്ടടാ മോനെ എന്റെ ഷാഫിന്റെ പാട്ടുടെ റേഡിയോയിൽ ഓടിയ. നിങ്ങള് മാപ്പിളപ്പാട്ടിനെ കൊന്നു ഇപ്പോഴും പറയുന്നത് കൊന്നു കളഞ്ഞെന്നുള്ളത്. കാലം ആവശ്യപ്പെടുന്ന മാറ്റം എല്ലാ മേഖലകളിലും ഉള്ള പോലെ ഈ സംഗീത ശാഖക്കും മാറ്റം ആവശ്യമുണ്ട്. അതിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കൽപ്പാണ പാത്തി മേലായാലും നമ്മൾ ചെയ്ത വർക്കിലായാലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി മാപ്പിളപ്പാട്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിരഹത്തിൻ വേദന അല്ലെങ്കിൽ മറ്റുള്ള പാട്ടുകളൊക്കെ പാടുന്നതാണ്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ നമ്മൾ മെനക്കെട്ടാൽ ജീവിതം തീർന്നു. ഒരുത്ത എന്നോട് പറഞ്ഞു പൈങ്കിളി പാട്ടല്ലടാ അജു പാടുന്നതാണ്. പൈങ്കിളി അല്ലാണ്ട് ഏത് പ്രണയ ചെങ്ങൈമാരെ ലോകത്തുള്ള സിംഗർ അല്ല ഒരു പാട്ടിന്റെ അവകാശി, മനസ്സിലായ ക്രിയേറ്ററാണ്. ഇപ്പം ബാബുക്ക സംഗീതം ചെയ്ത ഭാസ്കരൻ മാഷ് എഴുതിയ പല അവരെ കോംബവും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വേറെ ആരെ കൊണ്ട് എങ്ങനെ പാടിച്ചാലും കാലം കഴിയുന്നതോറും പലരും ഏറ്റു പാടുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ പാട്ടായി പിന്നെ മാറും. പക്ഷേ നിജസ്ഥിതി എന്താ പറഞ്ഞാൽ അതിന്റെ അച്ഛനമ്മയും ഇവരാണ്. ഈ എഴുതുന്ന സംഗീതം ചെയ്യുന്ന ആരാണോ അവരാണ് അതിന്റെ അവകാശം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പര അനുരാഗ സുന്ദരം അതിരൂപ ഗോപുരം എൻ ജീവിതാമൃതം. അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അതെ നിങ്ങളുടെ നാട്ടിൽ പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അപ്പൊ വീട്ടിൽ കയറിയിട്ട് വരാം. അന്നേരം ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരക്കിൽ അയാൾക്ക് വരാൻ പറ്റുമോ. പിറ്റേന്നാണ്, അതായത് ഇന്നലെയാണ് സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ പോകണല്ലോ, മെനിഞ്ഞാന്നാണ് പ്രോഗ്രാം കഴിയുന്നത്. ആ സാധു പറഞ്ഞ വാക്ക് പാലിച്ച് ആ പ്രോഗ്രാം കഴിഞ്ഞ ആ ക്ഷീണത്തോടെ നേരെ വീട്ടിൽ വന്ന് റജിലാന്റെ സൽക്കാരൊക്കെ, റജിലാന്റെ മുഖമൊക്കെ നിലാവതിച്ച പോലെ. റജിലക്ക് എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് പാട്ടുകാർ അങ്ങനെയൊക്കെ. കാരണം പക്ക ഓർത്തഡോക്സ് ഒരു ഫാമിലിയിലും വടകര തായങ്ങാടി എന്ന് പറയുന്ന ഒരു അച്ചടക്കമുള്ള ഒരു സ്ഥലത്ത് വളർന്ന് അവർ സംഗീതം ആസ്വദിക്കില്ല എന്നല്ല, സംഗീതത്തിന്റെ ഈറ്റില്ലാണ് അവിടെ ഗസൽസും അത് ഇതൊക്കെ. പക്ഷെ ഇവിടെ അതിലൊന്നും പെട്ടിട്ടുണ്ടാവില്ല. എൻ്റെ കൂടെ വന്നപ്പോൾ കലാകാരന്മാരെ കലയൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവള് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു മണിച്ചേട്ടൻ മരിച്ചിട്ട് കുറെ ദിവസങ്ങളോളം ഞങ്ങൾ സംസാരിക്കുകയും കരയുകയും ചെയ്യും. അന്നത്തെ ദിവസം നമ്മൾ ഈ ശവസംസ്കാര ചടങ്ങൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരച്ചിൽ തന്നെയായിരുന്നു വീട്ടിൽ, നമ്മളെ വീട്ടിലാരോ പോയ പോലെ. അതുപോലെ അതിന് ശേഷം റജിലാക്ക് ഞാനല്ലാത്ത പുറമെ ഒരാളോട് ഇത്ര അധികം ഇഷ്ടം ഒരു ആർട്ടിസ്റ്റിനോട് തോന്നിയത് പിന്നെ ആദ്യം അത് കുട്ടികൾ കാണിച്ചു കൊടുത്തിട്ട് പരിചയം. എന്തിന് ഞാൻ പറഞ്ഞ ഫാമിലി ഒന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല, ഫുള്ള് കുട്ടികളെ തുള്ളലൊക്കെ ആയിരിക്കേ. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മുടക്കിയതല്ല, ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പൊ അത് ആ ടൈപ്പ് പാട്ടുകളാണല്ലോ. എന്നിട്ട് അയാളെ മുന്നിൽ പോയി ഇന്നും പരിപാടിയുണ്ട്. പരിപാടി തീർത്തും കണ്ട് ഞാൻ വന്നതിന് ശേഷം നേരെ വീട്ടിൽ പോയി. എന്തോ ഒരു സൽക്കാരായിരുന്നു പറയാം. അവസാനം വേണം പറഞ്ഞ ഇനി വരുമ്പോ ഞാൻ മലബാർ ഭാഗത്ത് വരുമ്പോ ഇവിടെ കയറിയിട്ട് ഉമ്മ കൈപിടിച്ച് വെച്ച് ഇറങ്ങുമ്പോൾ വരെ പറയുന്നുണ്ട് മോനിയിലേ പോകുമ്പോ എന്തായാലും വരാം. ഉമ്മ പണ്ട് കല്യാണിനെ കണ്ടപ്പോ കല്യാണിന്റെ കൈപിടിച്ചിട്ട് കല്യാണ പ്രിയദർശന ഞങ്ങൾ തല്ലുമാലിന്റെ ഷൂട്ടിന് ടോവിനൊക്കെ കണ്ടപ്പോ മക്കളെ ഇതിലേ പോകുന്നേരോ എന്തായാലും അങ്ങനെ. കാരണം അത് നിഷ്കളങ്കമായിട്ടാണ്. അതിന് അതായത് എന്നെ കാണും പോലെ എല്ലാരും കാണുന്നേ, കലാകാരന്മാരെ മുഴുവൻ. അതുപോലെ ഇവനോട് പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യന്റെ ഇത് പറയാണ്, അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. ഞാൻ കണ്ട് ഇന്നലെ കല്യാണത്തിനായപ്പോ കുറെ പേര്, എന്റെ കുറെ സുഹൃത്തുക്കള് ഇന്നലെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു, നിസാർ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിന്. അവിടെ പോയപ്പോ നാട്ടുകാര് ഞാൻ കുറെ കൊല്ലങ്ങളോളം ഇവിടെ ഒന്നും ഇല്ലാണ്ട് വേറെ എടോ പോയി താമസിച്ച് തിരിച്ചു വന്ന അങ്ങനെ. അതുപോലെ അല്ല ഷാഫിക്ക, ഇപ്പൊ കൊറേ ആയിട്ട് തുറക്കുമ്പോ നിങ്ങളല്ലെന്താ അങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ മിണ്ടൂല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈപ്പുണ്ടായില്ല എന്നല്ലാണ്ട് ഞാൻ എവിടെയാടാ നിർത്തിവെച്ച്, ഞാനേ നിർത്തിയേക്കാണ്ട് തുടർന്നിട്ടുള്ളൂ. ഔട്ടായിട്ട് രണ്ടാമത് തിരിച്ചാൽ നിങ്ങൾ പറയരുത്. കാരണം അങ്ങനെയാണ് ഞാൻ പുതിയ പാട്ടും കൊണ്ട് വന്നിട്ട് ഈ ഹൈപ്പുണ്ടാക്കിയാണ് ഞങ്ങൾക്ക് പറയാ. ഇത് അന്നത്തെ അതേ ലിസ്റ്റ് തന്നെയല്ലേ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. മലബാർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ്
സയൻസ് എന്താ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ആ കോളേജിലെ പിള്ളേര് ആ വീഡിയോ ഒരു രക്ഷയില്ലാത്ത പൊളിയാണ്. അതിനാണ് ഈ തപ്പുന്ന്. ഇതാ ഞാൻ ഇത് കാണിക്കാം. ആരാധനയോടുകൂടി ഞാൻ ഇതിൽ കൊണ്ടെടുക്കട്ടെ. ഇതാ ഈ വീഡിയോയിലാണ് വീണ്ടും ഷാഫിക്ക് എവിടെയും പോയിട്ടില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് എവിടെയും പോയിട്ടില്ല, എന്നാലും കുറച്ച് ദിവസം കാണില്ല, കുറച്ച് കാലം ശരിക്കും പറഞ്ഞാൽ കത്തിച്ചത് കത്തിച്ചത്. yes. അടക്ക ആ വീഡിയോ ഞാൻ അതിന്റെ മറുപടി ഇപ്പം കാണിച്ചിരിക്കും ഞാൻ. ഇനി ചീത്ത ഇത് പറയാൻ കഴിഞ്ഞാൽ ചീത്ത പറയില്ല. നീ നോക്കണം, ഒറ്റ കുട്ടി പാടാത്തില്ല. എല്ലാരും ഇപ്പൊ ഈ ഒരു പാട്ടല്ല, 10 നമ്മൾ പാടിയ 10 മതി. ഓ പട്ടുടുത്തൊക്കെ എനിക്ക് വലിയ നിങ്ങളാ ഷർട്ട് വരെ എനിക്ക് ഈ ഓർമ്മയുണ്ട്. കത്തിക്കലിന്റെ ശരിക്കും ഫീല് ഫസ്റ്റ് കിട്ടിയത് എനിക്കാട്ടോ. ആ ഞാൻ വേങ്ങരയ്ക്ക് ഒരു പരിപാടിക്ക് പോവാ മലപ്പുറത്തേക്ക്. അപ്പൊ വേങ്ങര കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവനെ വിളിക്കണം തോന്നിയപ്പോ വെറുതെ കോൾ ചെയ്താ. അപ്പൊ ഇടാ ചോദിച്ചെന്താ ഞാനൊരു സ്ഥലത്ത് കത്തിച്ചിട്ട് വരാം. ഫസ്റ്റ് ഇവരോട് ഞാൻ പറയാം, ഞാനൊരു കോളേജിൽ കത്തിച്ചിട്ടാ വരുന്നത്. എനിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ കാണാം. ബാക്കി കറക്റ്റായി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്നെ പിന്നെയും വിളിച്ച്. പക്ഷെ ഇവന്റെ സന്തോഷം വേറെ ആരെക്കാളും, അതായത് നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു നന്മ വരുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായതിന്റെ തെളിവ്. ഇവൻ എത്ര പ്രാവശ്യം എന്നറിയോ, പിറ്റേന്ന് ഞാൻ ഇവിടെ എത്തി, മസ്കറ്റിലെത്തി. അപ്പാട് റേഡിയോയില് എന്റെ പാട്ട് വന്നതിന്റെ എനിക്ക് അയച്ചു നിൽക്ക്. എടാ റേഡിയോയില് രാവിലെ തന്നെ അകലെ നിലാവിന്റെ പാട്ടടാ വെല്ലിമ്മ പറഞ്ഞതാ ഷാപ്പിന്റെ പാട്ട്. ഇതെല്ലാം രാവിലെ ഇതെന്റെ പണി. മോനെ എന്റെ ഷാപ്പിന്റെ പാട്ടുള്ള റേഡിയോയിൽ ഒന്ന് ഓടിയ തീരാനായി. എന്നിട്ട് അത് വീഡിയോ ബഹ്റൈനിന്ന് ഞാന് ഉറക്ക് കിട്ടാണ്ട് ഇവനെ പൊലച്ചൊക്കെ വിളിച്ച്. ഇവിടെ വളരെ പൊലച്ചായിരിക്കും. ഞാൻ ഇങ്ങനെ ഇവിടെ ഇത്തിരി കൂടി നേരം വിളിച്ചിരിക്കുക, അവിടെ വളരെ പൊലച്ച. ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോ വിരിപ്പിന്റെ ഉള്ളിലാണല്ലോ മറ്റാള്, വിളിച്ച് കരയിപ്പിച്ചിട്ടൊക്കെ അടുത്ത്. രണ്ടാളും കരയാ സന്തോഷം കൊണ്ടേ, ആനന്ദം കൊണ്ട്, വേറൊന്നല്ല. ഞങ്ങൾ അത്ര അനുഭവിച്ചിട്ടുണ്ട്. അല്ല, അന്നത്തെ ഓഡിയൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ആളുകൾ പലരും നമ്മളെ കരയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അന്നത്തെ കാലത്ത് നമ്മൾ കേട്ടോണ്ടിരുന്ന ഒരു കാര്യമാണ് നിങ്ങള് മാപ്പിളപ്പാട്ടിനെ കൊന്നു എന്നുള്ളത്, ഇപ്പോഴും പറയുന്നത് കൊന്നു കളഞ്ഞെന്നുള്ളത്. ശരിക്കും അങ്ങനെ എന്താ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്? ഞാനതിന് മറുപടി പറയട്ടെ. ഒരു പക്ഷെ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഗാനശാഖയ്ക്ക് CD ആയിട്ട് വിപണന മേഖലയിൽ ഇറങ്ങുമ്പോൾ മാർക്കറ്റിങ്ങിൽ ടാക്സ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു ഫോക്ക് ഐറ്റമാണ്, നാടൻ കലകളിൽ പെടും. 100-500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ മാപ്പിളപ്പാട്ട് ഇന്നതാണെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പടപ്പാട്ട് മാത്രമാണ് മാപ്പിളപ്പാട്ട് എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പഴക്കം ചെന്ന ഖാദി മുഹമ്മദ് അവർ രചിച്ചിട്ടുള്ള മുഹീദ്ദീൻ മാലയായിരിക്കണം. അല്ലെങ്കിൽ ചന്ദിരസുന്ദരിമാല ഹലീമ ബീവി രചിച്ച അതായിരിക്കണം. ഏതെങ്കിലും ഒരു കാറ്റഗറി, മോയിൻകുട്ടി വൈദ്യർ സാഹിബിൻ്റെ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞായി മുസ്ലിയാർ എഴുതിയിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചേറ്റുവായി പരീക്കുട്ടി, അങ്ങനെ കണ്ട കുറേ കവികൾ, നല്ലോണം ബീരാനിക്ക, ഇവരെല്ലാം വ്യത്യസ്ത തലങ്ങളിലുള്ള മനുഷ്യൻ്റെ നിഖില ജീവിത മേഖലകളിലെയും ടച്ച് ചെയ്യുന്ന വിഷയങ്ങളെ പ്രതിപാദിച്ചു. അതിൽ പ്രവാസവും വിരഹവും പ്രണയവും പിന്നെ എന്താ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാട്ടുകൾ, സൗഹൃദം, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രതീക്ഷകൾ, പിന്നെ എങ്ങനെ പറയണം, എല്ലാ കല്യാണം, അങ്ങനെ കണ്ട മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും പ്രകൃതിയിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളെയും പ്രതിപാദിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടിൽ. അപ്പോൾ ഏതെങ്കിലും ഇന്നത് മാത്രമേ മാപ്പിളപ്പാട്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്നിട്ടില്ലേ മാപ്പിളപ്പാട്ടാവില്ല എന്നൊന്നും ഒരുത്തനിക്കും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ച പലരും ഇരുന്ന് നടത്തിയാണ്. അവിടെ ഒന്നും വ്യക്തമായ മറുപടി ഒരാളെടുത്തുമില്ല. പിന്നെ കമ്പി കഴുത്ത് വേലി എന്നെല്ലാം പറഞ്ഞിട്ട് എഴുത്തിൻ്റെ സാധനങ്ങളൊക്കെ പറയുന്ന കേൾക്കാം. അത് മാത്രമല്ലല്ലോ മാപ്പിളപ്പാട്ട്. അപ്പം ഞങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ ശൈലി അനുകരിക്കുകയല്ല ചെയ്ത്, ആ ഒരു ഈണങ്ങളെ, ഇമ്പമാർന്ന ഈണങ്ങളെ മാപ്പിളപ്പാട്ടിന്, അതും നമ്മളെ മലയാളികൾക്ക് സ്വന്തമുള്ള സാധനമൊന്നുമല്ല, പേർഷ്യൻ കടന്നു വരവിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ്. ഈ ഭൈരവി റൂട്ടിൽ നമ്മൾ പിന്നെ ഈണങ്ങൾ ചിട്ടപ്പെടുത്തൽ വളരെ കൂടുതലാണ് മാപ്പിളപ്പാട്ടിൽ. അപ്പോൾ ആ ഈണങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ള നമ്മളെ ബാങ്കുവിളിയൊക്കെ ഉള്ള ആ രാഗങ്ങളില്ലേ, ആ രാഗങ്ങളിൽ നിന്ന് അതിനൊക്കെ വലിയ കഥ പറയണം, ഞാൻ ചുരുക്കി പറയുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ, ആൽബം, ഇൻഡിവിജ്വൽ ആൽബത്തിൽ നമ്മൾ ലളിതഗാനങ്ങൾ അന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ആൽബം എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ തന്നെ ഈ ലളിതഗാനം മൂടുള്ള സിനിമാറ്റിക് സ്റ്റൈലുള്ള ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സാറിൻ്റെ കുറേ സാധനങ്ങളാണ്.
മലബാറിന്റെ മണമുള്ള മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും ചേർത്തിട്ടുള്ള മാപ്പിളപ്പാട്ടിലെ മലബാറിലെ കൊളോക്കിയൽ സ്ലാങ്ങുകളും പ്രയോഗങ്ങളും, അതായത് ഉറുദു ഹിന്ദിയൊക്കെ ചേർത്തിട്ടുള്ള തമിഴൊക്കെ കലർന്നിട്ടുള്ള മലയാള സ്ലാങ് ഉണ്ടല്ലോ കൊളോക്കിയൽ, അത് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ റിതം സൈഡ് പിന്നെ വേറൊരു സ്റ്റൈലിൽ കൊണ്ടാണ്ട് അതിനെ വിഷ്വൽ ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് സെക്ഷൻ, സംഗീത ശാഖ, അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയേ. ആ ശ്രമം വളരെ വിജയം കണ്ടു എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. അന്നത്തെ കാലത്തുള്ള ആളുകൾ യൂത്ത് സ്വീകരിച്ചപ്പോഴും പലരും ഈ ആരോപണം പറഞ്ഞപ്പോൾ ഞാൻ അന്നും ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളീ പറഞ്ഞ വിരഹത്തിൻ വേദന അറിയാൻ, അല്ലെ പ്രണയമേ ഞങ്ങൾക്കറിയുമ്പോൾ, ഇതൊന്നും മാപ്പിളപ്പാട്ടല്ല. ആരാ പറഞ്ഞത്? ഇനിയിപ്പോൾ അന്ന് ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആൽബം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ സോങ് അല്ല, ഒരു 10 പാട്ട് മിനിമം വേണം, അല്ലെങ്കിൽ 8 പാട്ട് വേണം. ഇതിൽ പലതും പല ടൈപ്പ് ഓഫ് സോങ്സ് ആയിരിക്കും. ഈ പറഞ്ഞ പരമ്പരാഗത മാപ്പിളപ്പാട്ടിൽപ്പെട്ട 1-2 ഭക്തിഗാനം ഇപ്പം നമുക്ക് എന്നും മൻ കൽബിൽ എടുക്കാം. എൻ്റെ രണ്ടാമത്തെ വർക്ക്. ഒന്നാമത്തെ വർക്ക് കിനാവ് എടുത്താൽ തന്നെ അതിൽ ഈ റസൂൽ പിറന്ന മണ്ണ്, ഇസ്ലാം വിരിഞ്ഞ മണ്ണ്, ഇതിഹാസമുറങ്ങും മണ്ണ്, ഇനിയും കണി കാണിക്കല്ല കണ്ണിൽ. കൊച്ചിൻ ഷമീർക്ക എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന പുള്ളി സംഗീതം ചെയ്ത ഷെരീഫ് കപാടിയ പാട്ട്, അത് മാത്രം അതിൽ ഭക്തിഗാനം. അത് വേണമെങ്കിൽ നമുക്ക് മാപ്പിളപ്പാട്ടിൽ നിന്നുണ്ടായതെന്ന് വിചാരിക്കാം. പിന്നീടുള്ളതൊക്കെ ഇനിയും ഒരു പ്രണയം ഏതോ ഒരു കാറ്റിൽ, അൻവർ വടകര പാടി ഞാൻ എഴുതിയ പാട്ട്, ഏതോ ഒരു കാറ്റിൽ നിൻ സ്വരം ഞാൻ അറിഞ്ഞു, ഏതോ കിനാവിൽ ആ മുഖം കണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ എൻ്റെ എഴുത്തിൽ കൊച്ചിൻ്റെ സംഗീതത്തിൽ ഞാൻ പാടിയ പാട്ട് നീയും ഞാനും കണ്ട കിനാവുകൾ നേരാകുമോ. ഇപ്പുറത്ത് വേറൊരു ഒപ്പന പാട്ടുണ്ട്. അപ്പോൾ 2 മാപ്പിളപ്പാട്ടിന് ബന്ധമുള്ളൊരു സാധനം, ബാക്കിയൊക്കെ മലയാളം ആൽബം എന്ന് പറയാവുന്ന സംഗതികളും. ആലോചിക്കേണ്ടത് ഇതിലെവിടെയും നമ്മൾ എന്തിനെങ്കിലും നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ മികച്ച രീതിയിൽ നിന്ന് പറയാനുള്ള ശ്രമം നല്ല നടത്തി. കാലം ആവശ്യപ്പെടുന്ന മാറ്റം എല്ലാ മേഖലകളിലും ഉള്ള പോലെ ഈ സംഗീത ശാഖയ്ക്കും മാറ്റം ആവശ്യമുണ്ട്. അപ്പോൾ കാലം അത് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ മാറ്റങ്ങളാണ് നിങ്ങൾ ഗൽബാൻ ഫാത്തിമയിലായാലും നമ്മൾ ചെയ്ത വർക്കിലായാലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിംഗ് കമ്പനികൾ മാപ്പിള പാട്ടുകൾ അങ്ങ് വെക്കും ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി മാപ്പിള പാട്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിരഹത്തിൻ വേദനയും അല്ലെങ്കിൽ മറ്റുള്ള പാട്ടുകളൊക്കെ പാടുന്നതാണ്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ നമ്മൾ മെനക്കെട്ടാൽ ജീവിതം തീർന്നു. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഉള്ളവരെ ആവും വെച്ചാടെ ഇരുന്നോട്ടെ. ഇത് ആസ്വദിച്ച് പാടി കൊണ്ടാടുന്ന ജനത ഇനി ഈ തലമുറ അവരുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ശേഷം അവരുടെ മക്കൾക്കും പകർന്നുകൊണ്ടേയിരിക്കട്ടെ. അല്ലാതെ ഒരു വിവാദത്തിലേക്കും നമ്മളില്ല. വിവാദത്തിനൊന്നും സമയമില്ല. അതൊക്കെ അന്ന് സമയം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇരുന്ന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്ത ആളുകൾ ബോധ്യപ്പെടായിട്ടല്ല, അവർക്ക് ഇത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഇതും കൂടെ ചേർത്ത് പറയാം. നീ മൗനം പാലിക്കേണ്ട നിനക്കുള്ള സമയം തരും. ഇതിനെ ചേർത്ത് പറയാം. ഒരുത്തൻ എന്നോട് പറഞ്ഞു പൈങ്കിളി പാട്ടല്ലടാ അജ്ജു പാടുന്നതെന്ന്. ഞാൻ അവനോട് പറഞ്ഞു മോനേതല്ല കേൾക്കല്, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, അല്ലെങ്കിൽ ഇപ്പം കൊറിയൻ സീരീസിലൊക്കെ ഉള്ള പാട്ടും പശ്തൂൽ പാകിസ്ഥാനികളുടെ പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും. സംഗീതത്തിന് ദിശകളും ഇതൊന്നും അതിർവരമ്പും രാജ്യമൊന്നുമില്ല, ഭാഷകളൊന്നുമില്ല. ഒന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ തീരുന്ന പ്രശ്നം ഞങ്ങൾക്കുള്ളൂ. ബെറ്റർ ഏതാന്ന് അന്നേരം മനസ്സിലാവും. ഈ ആട്ടം മതിയോ ഇനിയും കുറച്ച് മാണമോ അങ്ങനെ നമ്മൾ മലയാളത്തിലാക്കിയാൽ അത് തമിഴ് പാടുമ്പോൾ എന്ത് ഭംഗിയുണ്ട്. അവരുടെ ഭാഷയിൽ പാടുമ്പോൾ അവർക്കത് മുത്താണ്. അതുപോലെ ഞങ്ങൾക്കിത് മുത്താണ്. മലയാളത്തിൽ ഞങ്ങളെ കൊളോക്കൽ സ്റ്റൈല് ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ. താജുക്ക അഭിനയിച്ച് ഞാൻ എഴുതി സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടി. അത് കൃത്യമായിട്ട് പറയണം. അതിനകത്ത് 4 അല്ല ഇത് ഞാൻ പറയണേ അല്ല അത് തെറ്റല്ല, അദ്ദേഹം അഭിനയിച്ചാണ്. 4 പാട്ട് അതിനകത്ത് താജുക്ക സംഗീതം ചെയ്തു, 6 പാട്ട് ഞാൻ സംഗീതം ചെയ്തു, 4 പാട്ട് ആഷിർ എഴുതി, 6 പാട്ട് ഞാൻ എഴുതി. ഈ പാട്ടിനകത്ത് വേറൊരു സംഭവം അറിയില്ല, കേട്ടിട്ട് ബാക്കി പറഞ്ഞത് ഇത് എന്തോന്ന് പറഞ്ഞോണ്ടാണ് ആടെ നിന്ന് അതും കുടഞ്ഞെടുക്കട്ടെ. ഇത് ഞാൻ വൈൻഡപ്പ്
ഞാൻ അതിന്റെ പേര് ഒരുത്തൻ ചോദിച്ചു പൈങ്കിളി അല്ലടാന്ന്. പൈങ്കിളി അല്ലാണ്ട് ഏത് പ്രണയ ചെങ്ങൈമാരെ ലോകത്തുള്ള ഇങ്ങനെ എന്നിട്ട് ആരെങ്കിലും ഐ ലവ് യു നിനക്കിന്ന് ഇഷ്ടമാണോ അതിന് പ്രണയം എന്ന് അറിയോ? ഇതൊക്കെ എനിക്കൊരു കാര്യം നീ പറയണ്ട. ഞാൻ എങ്ങനെയാ ഞാൻ നിന്റെ ഇങ്ങനെ ആകണോ? അല്ലാണ്ട് ആണിന് എങ്ങനെയാണ് പ്രണയം പ്രകടിപ്പിക്കാൻ കഴിയുക? അങ്ങനെ പ്രണയം വരുള്ളൂ, പ്രണയം അങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞാൻ ഉദാഹരണം പറയും, എപ്പോഴും പറയാറില്ല, ടൈറ്റാനിക്കിലെ മനോഹരമായ എന്താ ഐ സീ യു ഐ ഫീൽ എവറി നൈറ്റ് ആൻഡ് എവറി ഡേ, അങ്ങനെ എല്ലാ പകലും രാത്രിയൊക്കെ ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ ഫീൽ ചെയ്യുന്നു. അതെന്താ? അത് പൈങ്കിളിയല്ലേ? ലോകത്തെ ഏത് പ്രണയപ്പാട്ടും ഇത് കുറച്ച് പൈങ്കിളി മോശം ജീവി. അങ്ങനെ പൈങ്കിളി മലത്തേങ്കിളി എന്ന് പറഞ്ഞ് കവികൾ എഴുതി നമ്മൾ പാടുകയൊക്കെ ചെയ്തില്ലേ? ഇനി ഹിന്ദിയിലെടുക്ക ദിൽ തെരാ ഹി നാം ഹോഗാ 90s മനസ്സ് കീറി നോക്ക് നിന്റെ പേരല്ലേ എന്ന് പാടണ്ടില്ലേ? അതെന്നാ പറ ഈ ആട്ടം മതിയോ ഇത്? അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിട്ട് അവർക്കതൊക്കെയാണ്, ആ ഭാഷക്ക് അതൊക്കെ, നമ്മൾ ഒരിക്കലും കളിയാക്കുന്നില്ല. ഇവിടെ ഇങ്ങനൊക്കെ തന്നെ എഴുതാനുള്ളേ. അല്ലാണ്ട് മനുഷ്യൻ എല്ലാവരും ഇപ്പം അപാരമായ സാഹിത്യത്തിന്റെ മീനിങ് അറിയുന്ന ആളുകളാ. അത് നമ്മൾ ക്ലാസിക്കൽ ലെവലിൽ ഉള്ള ക്ലാസിക്കൽ സോങ്സ് ആയിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, അത് ആ ഭാഷയിൽ അങ്ങനെ കിടന്നോട്ടെ, നമുക്ക് ബഹുമാനത്തോടു കൂടി അതിനെ കാണാം. മനുഷ്യന് മൂളി നടക്കാനും അവന്റെ പാട്ടായി അവന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പിന്നെ ആർത്ത് ഉല്ലസിക്കലിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ സിമ്പിളായിട്ട് തന്നെ കൊടുക്കണമെന്നേ. അത് കാരണം ഹൃദയം കൊണ്ട് പാട്ട് കേൾക്കുന്നത് വേർപ്പൊഴുക്കി അധ്വാനിക്കുന്നവനാ, ഒരു സംശയമില്ല. മറ്റവർക്ക് തിരക്കാണ്, വേറെ ഒന്നല്ല, ഒരു കുറ്റം പറയണ്ട. അവരാ തിരക്കിൻ്റെ അകത്ത് പിന്നെ ബിൽഡ് ചെയ്തെടുത്ത, മേക്ക് ചെയ്തെടുത്ത, ക്രിയേറ്റ് ചെയ്തെടുത്ത ക്രിയേറ്റിവിറ്റിയിലാണ് നമ്മൾ ഇന്നത്തെ ജനറേഷന്റെ എല്ലാ ഡെവലപ്മെന്റിനും ഉണ്ടായത്. ആ റെസ്പെക്ട് അവരോടുണ്ട്. അവർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, അവരങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് അങ്ങ് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. അതേ എനിക്ക് എത്ര മണിക്കെങ്കിലും ആയിക്കോട്ടെ, നല്ല കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ നിർത്തി, എനിക്ക് 2 പാസ്റ്റർ ഒട്ടിച്ചാൽ ഞാൻ നിർത്തി. നീ പറഞ്ഞു പ്രോഗ്രാമിന് പിന്നെ പോയാൽ മതി. കോഴിക്കോട് 4 മണിക്ക് ഇറങ്ങിയാൽ മതി. എത്ര 4 പാട്ട് 5 പാട്ടെല്ലാം പാടി പെണ്ണ് ഇതുവരെ അറിയില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് പട്ടെടുത്ത് കേൾക്കണം, അത് കേൾക്കണം. പിന്നെ ഏതാ പറയാ, കലാലയം ഇവിടെയല്ലേ ഞാൻ പിച്ച വെച്ചതൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ തുഞ്ചനെന്നത്രയ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം, ഈ കലാലയം കല തീർത്തൊരങ്കണം. എന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരം അനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. ഷഫീഖ് റഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മാത്രം കഴിവാണ് ആ സാധനം. ഞാനല്ല, ഇനി ആർക്ക് വേണേ സിംഗറായിട്ട് അതിൽ വരാം. ഒരിക്കലും സിംഗറല്ല ഒരു പാട്ടിൻ്റെ അവകാശി, മനസ്സിലായോ? ക്രിയേറ്ററാണ്. ഇപ്പം ബാബുക്ക സംഗീതം ചെയ്ത ഭാസ്കർ മാഷ് എഴുതിയ പല അവരെ കോംബോ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വേറെ ആരെ കൊണ്ട് എങ്ങനെ പാടിച്ചാലും കാലം കഴിയുന്നതോറും പലരും ഏറ്റുപാടുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ പാട്ടായി പിന്നെ മാറും. പക്ഷേ പിന്നെ നിജസ്ഥിതി എന്താ പറഞ്ഞാൽ അതിൻ്റെ അച്ഛനമ്മയും ഇവരാണ്. ഈ എഴുതുന്ന സംഗീതം ചെയ്യുന്ന ആരാണോ അവരാണ് അതിൻ്റെ അവകാശികൾ. അതുപോലെ ഷഫീഖ് റഹ്മാൻ്റെ പാട്ടാണത്. ഷഫീഖ് അത്ര ഫീൽ അത് എഴുതി വെച്ചതുകൊണ്ട് നമുക്കങ്ങനെ ഓർത്ത് കോളേജിൽ പഠിക്കാത്ത എനിക്ക് ആ സങ്കടം വെച്ച് പാടാൻ പറ്റി. എനിക്കത് അത്ഭുതമായിട്ട് പെണ്ണൊരു മഹാത്ഭുതമായിട്ട് തോന്നിയ ഇപ്പോഴാണ് ഏടോ പറയുന്നുണ്ട്. അതുപോലെ ആ പാട്ട് പലരും പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അടുത്ത് എത്തിച്ചു കൊടുക്കണം. ഏതോ സ്കൂളിൽ ഒരു ടീച്ചർ പോകുന്ന സെൻഡ് ഓഫ് എന്തോ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾ വിട പറയുന്ന സെൻഡ് ഓഫിൽ അങ്ങനെ ഒരു ഒരു മോള് പാടിയിട്ട് കരഞ്ഞ് സദസ്സ് മൊത്തം കരഞ്ഞു. അന്നാണ് എനിക്ക് ആ പാട്ടിൽ കണ്ണ് നിറയുന്ന തൊണ്ടയിടറുന്നത് അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ.
അപ്പോഴാണ് അപ്പോഴെന്നല്ല ഷെഫീഖിനെ എല്ലാ കാലത്തും ഞാൻ എടുത്തു പറയും. അതുപോലെ ആശീർവാദകര എൻ്റെ പ്രിയപ്പെട്ട 2 മണിമുത്തുകളാണ്. എഴുത്തിൽ വളരെ പ്രിയപ്പെട്ട, മേക്കിങ്ങിൽ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ചെയ്യുന്ന മേഖലയിൽ മ്യൂസിക് ഏറ്റവും നന്നായിട്ട് ചെയ്ത് തോന്നിയിട്ടുള്ള ആളുകളാണ് നിസാർ വടകര, ആഷിർ, പിന്നെ ഇവൻ ഷഫീഖ് റഹ്മാൻ, ഈ പറഞ്ഞ പോലെ ഫൈസൽ പൊന്നാനി, ഇങ്ങനെയൊക്കെ നമുക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത ആ ഫീലാണ് നിങ്ങളുള്ളെന്ന്. ഷഫീഖ പാടെന്ന് പറയുമ്പോൾ പാടിയ നമ്മളെ കൊണ്ടല്ല, അത് എഴുതി ഉണ്ടാക്കുന്ന ആളതാണ്. ഇപ്പം പലപ്പോഴും ഞാൻ കമ്പോസ് ചെയ്ത് എഴുതി ട്രാക്ക് നമ്മളാണല്ലോ പാടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സിംഗേഴ്സിനെ ഞാൻ പറഞ്ഞു കൊടുക്കും, പ്രൊഡ്യൂസേഴ്സിനോട്. ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും, അവർ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മോശക്കാരൊന്നല്ല. ഇപ്പം ഞാൻ പുറത്ത് പോയി പാടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ, എത്ര നമ്മൾ പെർഫെക്ഷനോട് കൂടി പാടിയാലും സംഗീത സംവിധായകൻ കണ്ട ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ അവർ പറയില്ല, നമുക്കൊരു ലേബൽ ഉള്ളതുകൊണ്ട് അവർ പൊരുത്തപ്പെടും. പലതും ഞാൻ തന്നെ ഇറങ്ങി പോന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയാത്ത പാട്ട്, ഇത് നശിപ്പിക്കേണ്ട നല്ല പാട്ടാണ്, ഷെരീഫ് ഖാനെ കൊണ്ട് പാടിച്ചോ, അല്ലെങ്കിൽ ഇന്നാളെ കൊണ്ട് ആസിഫിനെ കൊണ്ട് പാടിച്ചോ എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും ഞാൻ എഴുതി സംഗീതം ചെയ്ത് ട്രാക്ക് പാടിയ പാട്ട് ഞാൻ വേറെ ആളുകളെ കൊണ്ട് പാടിച്ചിട്ട് ആ ഫീല് കിട്ടിയില്ല എന്ന് പ്രൊഡ്യൂസർമാർ, അതുപോലെ ആസ്വാദകരിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? പാട്ട് എപ്പോഴും ജനിക്കുന്ന സ്ഥലം, പിന്നെ ഈ ഹൃദയം എന്ന് പറയുന്ന ഗർഭപാത്രമാണ് പാട്ടുണ്ടാകുന്ന സ്ഥലം. അതൊരു വല്ലാത്തൊരു പേറ്റ് നോവ് തന്നെയാണ് പാട്ട് ജനിച്ചു വരിക എന്ന് പറയുന്നത്. വേറെ ഒരു ടിസ്റ്റ് പറഞ്ഞ ഇപ്പം പറഞ്ഞ ഈ പാട്ടിന്റെ പ്രൊഡ്യൂസറെ നൈനിഷയ്ക്ക് പരിചയം ഉണ്ടോ? പേരറിയോ? ഇല്ല. കലാലയം പറഞ്ഞ പാട്ട് ഞാനൊന്ന് പറയട്ടെ, ഞങ്ങൾ ഗാലറീഷിന്റെ ഒരു എന്താ പറയാ സിഗ്നേച്ചർ സോങ് ആണ്. സിഗ്നേച്ചർ സോങ് അത് മാത്രമല്ല, ഷെറഫ് ആണ് ശരിക്ക്. പിന്നെ ഇവനെ നിസാർ വടകരയും ഷെഫീഖിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷെഫീഖിന് നിസാറിനെ എനിക്ക് മുമ്പേ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പിന്നീട് ഞങ്ങൾ തമ്മിൽ ചങ്ങാത്തായി. ആദ്യം എന്നെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഞാൻ നേരം പയ്യന് എന്നോട് വെറുപ്പ് ഓനൊന്നും പാടണ്ട, വേറെ ആരും പാടിച്ചു വന്നപ്പോൾ നിസാറാ പറഞ്ഞത്. അല്ല അത് ഇതോൻ തന്നെ പാടണം. ഏതാ പാട്ടെന്നറിയോ? എൻ മനസ്സിൽ നിറയെ സ്നേഹവുമാ നീ ഒരു നാൾ വരുമോ എൻ സഖിയേ നീ എന്റേതല്ലേ. അതുപോലെ എൻ്റെ മോഹമാണ് സജന, ഒരു ഹിന്ദി സോങ്ങിന്റെ റീമേക്കിംഗ് ആണ്. എന്നാലും ഈ പാട്ടുകളാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. പിന്നെ ഞങ്ങൾ ചങ്ങാതിമാരായി, ഞാനായി ഇവന്റെ ലിറിക്സും മ്യൂസിക്കും ഒക്കെ ചെയ്യല്. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിലൂടെ ഓഡിയൻസ് കുറേ സാധനം സ്വീകരിച്ചു നിൽക്കുമ്പോൾ ഒരു ലുങ്കിത്തിയൊക്കെ എടുത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തൊക്കിലൊരു ഡയറിയും വെച്ചൊരു ചെറിയോൻ, ഞാനേ കൊള്ളന, ഇവനൊന്നല്ലേ, അതൊക്കെ ഞങ്ങൾ വേറെ. ഷഫീഖ് റഹ്മാൻ എന്നെക്കാളും ചെറുതായിട്ട് കൊടുത്തേ. അപ്പൊ ഞാനേ ചെറുതാണ്, അതിനേക്കാളും ചെറുതായിട്ട് കൊടുത്തേ. അങ്ങനെ ജാബിക ഞങ്ങള് ഭയങ്കര നമ്മൾ വിചാരിക്കും ഇപ്പം കരഞ്ഞു പോകുന്നു, അങ്ങനെ വർത്താനം പറയാ. ഒരു പാവം വയനാട് മാനന്തവാടി എരുമത്തെരുവ് ഇവൻ വരുന്നു. പിന്നെ പാട്ടുകൾ നോക്കാൻ എന്നെ ഏൽപ്പിക്കണം. ആര്? ഷെർഫു നീ വായിച്ചു നോക്കടാ, നിനക്ക് ഓക്കെ ആണെങ്കിൽ. ഞാൻ ആദ്യം തന്നെ മറിച്ചിട്ട് ഈ വിരയത്തിന് വേദന അങ്ങനെ എന്തോ ആണ് കണ്ടത്. ഞാൻ പറഞ്ഞു, ഷെർഫേ ഇത് ഞാനല്ല, ആഷിറല്ല, ഞങ്ങൾ ഈ എഴുതുന്ന ആരുമല്ല, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാവും വേറൊരു ജേണറിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നാളെ ശശിയേട്ടനെ കണ്ട് ഇത് ഓർക്കസ്ട്ര ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് ക്വാളിറ്റി ഒന്നുള്ള ആളല്ലേ ഉണ്ടെങ്കിൽ, മറ്റൊരാളിൻ്റെ കഴിവിനെ അംഗീകരിക്കാനുള്ള ഒരു ക്വാളിറ്റി എനിക്ക് അത് എത്ര ചെറുപ്പോ വലിപ്പമില്ലാതെ എനിക്ക് ആ ക്വാളിറ്റി പണ്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ സ്റ്റേജിൽ പാടുന്ന എല്ലാ സിംഗേഴ്സിനെയും ഞാൻ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു മാക്സിമം പ്രൊമോട്ട് ചെയ്യും അവരെ ഉള്ള കഴിവിനെ. ഞാൻ ഇവനെ നേരെ ശശിയേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ശശിയേട്ടനോട് പാട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ജനിക്കുന്നത്. പിന്നീട് ഷെഫീഖൊക്കെ ഇഷ്ടം പോലെ ചരിത്രം തന്നെ സൃഷ്ടിച്ചു. എല്ലാത്തിലും ഒരു പുഷ് ചെയ്ത് കൊടുക്കും എല്ലാരും അല്ലേ? പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളിങ്ങനെ നമ്മളുടെ പാട്ടിന്റെ ഒരു ലിസ്റ്റിന്റെ പിന്നെ തരംഗം കുട്ടികളിലൂടെ ഉണ്ടായി, അവർ സ്വീകരിച്ചതിനൊക്കെ. ഇപ്പം എൻ്റെ സഹപ്രവർത്തകരായ ആരുടെ പാട്ട് ഇതേപോലെ റീൽ ചെയ്ത് വരികയാണെങ്കിലും അതിന് എത്ര ആൾ ലൈക്കുണ്ടെന്നൊന്നും ഞാൻ നോക്കലില്ല. പിന്നെ നമ്മൾ വന്ന കൊണ്ട് ഇപ്പോൾ ഹൈപ്പിൽ വന്നല്ലേ അങ്ങനത്തെ ചിന്ത നമുക്കില്ല. നമ്മൾ അന്നേരം അതിന് ലൈക്ക് കൊടുത്ത് അതിന് കമന്റ് കൊടുത്തിട്ടാണ്. എന്നാൽ എന്റെ പാട്ടിന് ഓലൊന്നും അത് ചെയ്യലില്ല നിങ്ങളാരും. ഇവൻ ചെയ്യായിരിക്കും, പലരും ചെയ്യലില്ല. സത്യം
അപൂർവമായിട്ട് താജു ഖാന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞാല് മൂപ്പർ ഒരു അൽഹംദുലില്ലാ ഒരു green love. ഞാൻ കാണലില്ല. അഭിമാനം എന്നൊക്കെ പറഞ്ഞ് കാണാം. അത് തിരക്കൊഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മളെക്കാളൊക്കെ നന്നായി സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ജീപ്പിൽ പോയിക്കില്ലെന്ന് പറയും. ഇന്നോട് മെനഞ്ഞാന്ന് കണ്ട് ഒരുത്തെ നമ്മള് അല്ലേ മെനഞ്ഞാന്ന് നിങ്ങളെ കൊണ്ടേ എനിക്ക് ഓർമ്മയില്ലേ. അതാണ് ക്യാരക്ടറിന്റെ വ്യത്യാസം. അയാള് പിന്നെ എല്ലാരെയും സൗഹൃദത്തെ നന്നായിട്ട് കൊണ്ടുനടക്കുന്ന മനുഷ്യൻ. എനിക്ക് അതേപോലെ ഇല്ലേ മറ്റേ പട്ടുടുത്ത് അതിൽ ജലാലിക്കാൻ ഒരു ഡാൻസ് ഉണ്ട്. അന്ന് സുരേഷ് ഗോപി സാറ് ഇങ്ങനെ ആക്കി പിന്നെ ചരിത്രം സൃഷ്ടിച്ചു. ജലാലി ഇങ്ങനെ ആക്കി. അതിനകത്ത് എനിക്ക് ലിപ്പ് ഉണ്ടായിരുന്നു, പാടാനുള്ള 2 വരി ഉണ്ടായിരുന്നു. മീശ പഠിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പഠിക്കൂല പറഞ്ഞു. പുണ്യേടനാണ് അതിന്റെ ഡയറക്ടർ, ദിലേ ഫാത്തിമന്റെ ഒക്കെ നമ്മളെ ചങ്കാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിന്റെ ഒരു ഭാഗം മൂപ്പർക്കുള്ളതാ 100%. അതേപോലെ ഹരി ക്ലബ്സിനാണ് പട്ടുകൊടുത്ത്. പിന്നെ ദിലേ ഫാത്തിമ ചെയ്യണ സമയത്ത് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല, അവനൊന്നും ഇല്ല, ഞാനില്ല ഒക്കെ. അപ്പൊ അതില് എന്റെ അടുത്ത് ഈ സാധനം ഒരു സ്റ്റെപ്പ് ഞാൻ എന്റെ ലൈഫിൽ ഡാൻസ് കളിച്ചു. പിന്നെ എന്റേത് മാത്രം ഇപ്പൊ എനക്ക് എടുത്തു പറയാൻ മാത്രം ഇല്ലെങ്കിൽ എന്താ രണ്ടാളും കൂടാ ഇതിന്റെ മാത്രല്ലേ. അത് ജലാലിന്റെ കളികളൊന്ന് കുറച്ചിരിക്കും. അല്ല മീശ പഠിക്കാണ്ട് വാശി പിടിച്ചല്ലേ പോകുമ്പോ ചേരൂല. ഇവർക്ക് കുറെ കോംപ്ലക്സ് അങ്ങനത്തെ കാര്യത്തിൽ. അല്ല എന്തുകൊണ്ടാന്നറിയോ, ഞങ്ങളൊരു ജൂനിയർ ടീമിന്റെ ഒരു ഇതായിട്ടല്ലേ എടുക്കുന്നേ. ഇവൻ മീശയിലും വെച്ചിട്ട് ഇന്റെ പറഞ്ഞ ലിപ്പ് ചെയ്ത ഭയങ്കര സീനിയർ ആയി പോകും. ഞാൻ വെച്ചില്ല ലൈറ്റ് മീശ. അന്ന് എന്നോട് ക്ലീൻ ഷേവ് ചെയ്യാനാ പറഞ്ഞ നല്ല ഭംഗി. എനിക്ക് മീശ വെച്ചിട്ട് മറ്റേ അതില് എന്തോ ഒരു ബോറ് മീശ വെച്ചിട്ടോ അപമാനിക്കാനുള്ള ഇന്റർവ്യൂ ആയത്. കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അതിലെല്ലാം അങ്ങനെ ഒരു ഇത് കേട്ടു. ഇപ്പത്തേക്കാൾ പ്രായം അതിൽ തോന്നിക്കുന്നുണ്ട്. അതങ്ങനെയാണ് പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറഞ്ഞേ. എന്തെങ്കിലും ആ ഒരു പാട്ടില്ലേ അതെന്താ എന്താ അന്ന് മീശ ഇല്ലാത്തോണ്ട് അഭിനയിക്കാതിരുന്നേ. മീശ ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞത്. അതായത് വെക്കണം. മീശ ഉണ്ടെന്ന് എന്നോട് മീശ പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. മനസ്സിലായി. ഷാഫി ആ പാട്ടിനകത്ത് സീനിയർ ആണ്, ബാക്കിൽ നിൽക്കുന്ന ഞാൻ ജൂനിയർ ആണ്. ഞാൻ ജൂനിയർ ആവണമെങ്കിൽ എന്റെ സ്റ്റൈലിനകത്ത് ഞാൻ സീനിയർ അതാണ്. പക്ഷെ എന്നിട്ട് അത് ഞാൻ നിർബന്ധിക്കുമല്ലോ. കാരണം എങ്ങനെ വന്ന സെറ്റിൽ നിന്ന് തിരിച്ചു പോകാൻ നമ്മള് സമ്മതിക്കില്ല. എന്തിനു പറയുന്നു ഇവേ പിണക്കം പാട് 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 എന്നിട്ട് പറയാ ചരിത്രം. പിണക്കമായി എന്നോടിണക്കമായി പ്രണയമായി പിന്നെ ജീവനായി ആരാരും അറിയാതെ ആരോടും പറയാതെ നീ എൻ്റെ മനസ്സിൽ കൂടൊരുക്കി പെണ്ണെ, നീ എൻ്റെ മനസ്സിൽ കൂടൊരുക്കി. ഈ പാട്ടിന്റെ ഷൂട്ട് നടക്കുന്ന കാപ്പാട് ഓളൊരു തേനീച്ച കുത്താൻ പറ്റും. കടമായിന്റെ ഒന്നും തരാണ്ടോ? അപ്പൊ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന അറിഞ്ഞ് ഞാൻ വെറുതെ വൈകുന്നേരം അങ്ങനെ ഉണ്ടല്ലോ ഷൂട്ട് നടക്കല്ലേ നമ്മളൊന്നും അങ്ങോട്ട് പോവാ പ്രോഗ്രാമിന് ഇട പോകാൻ വേണ്ടിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നു. ഞാനവിടെ ചെന്നവിടെ ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല അളിയാ, നീ വന്ന ഇപ്പൊ കേക്ക് ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല അളിയാ. ഞാൻ പറഞ്ഞ അതിനെന്താ, ഞാൻ പറഞ്ഞടാ ഒരു ക്ലൈമാക്സ് നീ പറയണ്ട, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത്. ഞാൻ പറഞ്ഞ ആരംഭായ ജലാല ഇപ്പം തന്നെ ആൾക്കാർ പറയുന്നത് ഉപ്പ് വെച്ച് എന്തെന്നാ പറയാ ഉപ്പുമാതിരി എല്ലാത്തിലും ഞാന്, അതായത് ഏടെ നോക്കിയാൽ ആടെ ഇവിടെ ഒക്കെ ഞാനുണ്ട്. ഞാൻ പറഞ്ഞു ഇതെങ്കിലും നീ. അപ്പൊ പറഞ്ഞ അല്ല ഇതിന്റെ ക്ലൈമാക്സ് എന്താന്ന് പറഞ്ഞാൽ നീ അവിടെ നടന്നു വരുന്നു, ഞാൻ ഇവിടെയും കാത്തിങ്ങനെ നിൽക്കുന്നു, ഓള് നേരെ നിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ എനിക്ക് പണി ഭയങ്കര ക്ലൈമാക്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് പോലും കളിക്കാൻ അറിഞ്ഞൂടാ തന്നെ നമ്മളൊക്കെ ഡാൻസ്. ഞാനാണ് ആൽബത്തില് അതെനിക്ക് എപ്പോഴും എടുത്തു പറയാൻ പറ്റും. കുയിലേന്നിന്റെ പാട്ടിലായാലും പട്ടുടുത്തിലായാലും പിന്നെ മറ്റേ എന്തിനും ചക്കര ചുണ്ടില് മറ്റേ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അല്ലല്ല നുങ്കാമ്പക്കുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് ചെയ്ത വേറൊരു പാട്ടുണ്ട്, ഫ്രാങ്കോ പാടി ഞാൻ അഭിനയിച്ച. ഇതിന്റെ എല്ലാം കൊറിയോഗ്രാഫർ അമേഷാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്ത് ആൽബത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ആൽബത്തിൽ ഇനിയും മാപ്പിള പാട്ടുകാരോട് കിട്ടണോ? അപ്പോ ആൽബത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒക്കെ കാരണക്കാരൻ അമേഷേട്ടനാണ്. അമേഷേട്ട
എന്നിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ ലാസ്റ്റ് ഞങ്ങൾ പറയില്ലേ പിണക്കമായി എന്നിട്ട് ഒരു അങ്ങനെ കൊടുക്കുന്നുണ്ട്. അന്നത്തെ ഹൈലൈറ്റ് കൊണ്ടുപോയി മൂപ്പര്. അതുപോലെ ഞാനൊരു സലീമിന്റെ കൂടെ അഭിനയിച്ചിട്ട് ഞാനൊരു പ്രേതമായി പോയ സാധനമുണ്ട്. ആ ഒരു സ്നേഹത്തിൻ കൂട്ടുകാരാ സ്വപ്നത്തിൻ പാട്ടുകാർ ആശ്രയ പാടാമോ ഒരു വട്ടം നീ എന്നിട്ട് ഞാൻ എന്നെ പ്രേതമാക്കി കളഞ്ഞു. പക്ഷെ ആ കഥ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ പ്രേതവും സലീം നായകനും എന്നാലും വേണ്ടിയില്ല. അവസാനം വർക്ക് ഇറങ്ങിയപ്പോ സെന്റിമെന്റ്സ് കംപ്ലീറ്റ് പ്രേതത്തിന് കിട്ടി. സലീമ മോശമൊന്നല്ല കേട്ടോ, ഇനി അടിപൊളിയാ. അത് അങ്ങനത്തെ കുറെ ഇതിലൊക്കെ ഞങ്ങള് മനഃപൂർവ്വം പോയിട്ട് ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ ഇതേപോലെ വിളിക്കുന്നതാണോ? നമ്മളെ വിളിക്കല്ലേ. രാധേഷാണ് അതിന്റെ സംവിധാനം. രാധേഷ് അന്ന് ആർട്ട് ഡയറക്ടർ. നമ്മള് തലേന്ന് പോവും, തലേന്ന് ചെന്നിട്ട് എന്താ പുള്ളി കൊറേ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഞാളെ മൈൻഡിൽ നമ്മള് സിനിമാക്കാരെ മൈൻഡിൽ അപ്പൊ ചെന്നിട്ട് എന്താ കഥ കേൾക്കട്ടെ, കഥ ഒരു വൺലൈനായിട്ട് പറയും. അപ്പൊ നമ്മള് ഒരു ഇടപെടലൊക്കെ അവിടെ ഇങ്ങനെ ആക്കിയാലോ ഇവിടെ അങ്ങനെ ആക്കിയാലോ അതിനൊക്കെ ഈ സിനിമ രംഗത്ത് നടക്കുന്ന പോലെ തന്നെ അപ്പുറത്ത് പോയിട്ട് മോന്റെ ഒടുക്കത്തെ മറ്റേ അഭിപ്രായം ഒന്നും മിണ്ടാണ്ടെന്നോളാൻ പറ. ഡയറക്ടറൊക്കെ അല്ല അന്നത്തെ ആൽബം എടുക്കുമ്പോ മമ്മൂക്കി ലാലേട്ടനൊക്കെ ആണെങ്കിലൊക്കെ അല്ലേ ഞങ്ങള് പറഞ്ഞ അതിനൊരു കമ്പയറിങ് പോയ സ്ഥലക്കെട്ടാക്കി സിനിമാക്കാരെ വക കേൾക്കേണ്ടി വരും. ഞാനിപ്പോ ചെറിയ ഷാഫിന്റെ ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടാൻ പറ്റും. എനിക്കോ അല്ല പാട്ട് നല്ലോണം പാടുന്നുള്ള ഇപ്പൊ നന്നായിട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഗ്രാവിറ്റി ഇല്ലാണ്ടാക്കണ്ട. ഈ അറിയാത്തൊരു കാര്യം പറഞ്ഞു കേട്ടോ, അനക്ക് പറ്റിപ്പോയൊരു അബദ്ധം ഉണ്ടായിരുന്നല്ലോ ചാനലില്, പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ മതി. ആ അപ്പൊ അത് കണ്ടിട്ട് ഷാഫി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ അവള് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, ചിലപ്പോ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് എന്താ പറയാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്നെ സംസാരിച്ചത്. അത് എന്റെ മിസ്റ്റേക്ക്. ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങള് നല്ല അതായത് കണ്ണേർ കിട്ടിയ മാതിരിയായി പോയി. നിങ്ങൾ അതിന്റെ മുമ്പ് ചെയ്ത ഇന്റർവ്യൂലൊക്കെ ഞാൻ തന്നെ ഇവനെ വിളിച്ചിട്ട് അല്ലടാ ആ കുട്ടി ഇന്ന ഇന്റർവ്യൂ ചെയ്തില്ലല്ലോ, പറയാ നീ ആ മീഡിയയിൽ അതിന്റെ മുമ്പ് മസ്താന് വിളിച്ച് ചെയ്ത് അതിന്റെ ഒരു കൊല്ലം മുമ്പ് അത് തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞ അങ്ങനെ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഒരു ഉഷാറില് ജലാലിന്റെ ഇന്റർവ്യൂസ് നമ്മൾ എവിടെ എടുത്ത് എങ്ങനെ നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇതായപ്പോൾ അതൊന്നും ഒരു കാര്യമാക്കേണ്ട വിഷയമേ അല്ല. പല ഇന്റർവ്യൂസിലും ഞാനൊക്കെ ബലിയാടായിട്ടുണ്ട് ഇതേപോലെ. നമ്മൾ പറഞ്ഞതിൻ്റെ വക്കും മുറിയൊക്കെ അല്ലെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഒന്നും മനസ്സിലാക്കാതെ ആ സന്ദർഭത്തിൽ നമ്മളെ വായിന്ന് എന്തെങ്കിലും വന്നുപോയ ഹൃദയത്തിന്റെ ശമ്പളക്കാരനാണ് നാവ് എന്നാണ് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചത്. ഹൃദയത്തിന്റെ ശമ്പളക്കാരനാണ് നാവ്. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് പോന്നാൽ തിരിച്ച് എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് എഡിറ്റിങ്ങും ഇതിൽ കട്ടും ചെയ്തില്ല, അങ്ങനെ സംഭവിക്കുന്ന അതൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട, ഇതിങ്ങനെ ഈ ഗ്രാഫ് പോകുള്ളൂ ജീവിതത്തിന്റെ. ഇപ്പൊ നമ്മളൊരു ഹൈപ്പിലുണ്ടെന്ന് അറിയില്ലേ, നാളെ അതിങ്ങനെ പോകും, കുറച്ച് നേരം പിന്നെ മീഡിയ എന്നല്ല ലൈഫ് മൊത്തം അങ്ങനെയാണ്. അതുകൊണ്ട് ഷർഫുന്റെ ദുബായിലുള്ള അതുകൊണ്ട് എന്റെ അടുത്ത് ചില ആളുകൾ വളരെ അതായത് നല്ലപോലെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നവരുണ്ട്, അങ്ങനെ പറ്റിപ്പോയില്ലേ എന്നൊക്കെ. ഇപ്പോഴില്ല, കുറച്ച് മുമ്പൊക്കെ. പക്ഷെ വേറെ ചില ആളുകൾ നിങ്ങൾ നാലും അത് അങ്ങനെ നമ്മള് ഇതാക്കാൻ വേണ്ടി പറയുന്നവരുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് ഞാനിപ്പോ രണ്ടെണ്ണം കൂടെ അനുഭവത്തിലുണ്ടെങ്കിൽ ശീലായിക്കോളുന്നു. ഞാൻ ഈ പ്രേക്ഷകരോട് പറയട്ടെ, ശരിക്കും ഞാൻ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വെച്ചോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പാടാൻ വെച്ചോ അതുപോലെ ഒന്നുമല്ല പോയിരിക്കുന്നത്. ഇത് ഷാഫിക്കയുടെ ഒരു എന്താ പറയാ ചോദ്യവും എനിക്ക് ഇവിടെ വേദനിക്കുന്ന ഇതിനകത്ത് ഒരൊറ്റ കാരണം കൂടെ പറഞ്ഞുതരാം. ഒരു വർഷങ്ങൾക്ക് മുൻപ് വെറൈറ്റി മീഡിയയിൽ നൈനിഷന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീ കത്തിച്ച് ആളി കത്തിച്ച് വീണ്ടും 20 കൊല്ലത്തിനിടയിൽ അനുഭവിച്ചിട്ടുള്ള ആ ഫീല്, ഇഷ്ടം, സ്നേഹം, സുഹൃത്ത് ബന്ധമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കാരണക്കാരിയായിട്ട് ആ ചാനലും നൈനിഷയും വരുമെന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല, ഈ ഇരുത്തം പോലും. കാരണം ഇന്നിപ്പോൾ കത്തിച്ചിട്ട് ഓരോ ദിവസത്തെ കത്തൽ കാണുമ്പോഴും ഞാൻ എൻ്റെ ഒരു ആവേശം ഇഷ്ടം എന്ന് വെച്ചാൽ ഇവനെ വിളിച്ചിട്ട് വോയിസ് അയക്കില്ല, മോനെ ഇന്നതാണ് ഇങ്ങനെ. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എനിക്ക് കിട്ടാതെ പോയ സാധനമാണ്. ഇന്നുള്ള ആളുകൾ ഓരോ ഉയർച്ചയിലും നമ്മളെ വിജയത്തിലും ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ വിജയം മാത്രമല്ല എൻ്റെ ലക്ഷ്യം, ഞാൻ ബാക്കിയുള്ളതിൽ സന്തോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ അതിൽ ഷാഫി എന്നുള്ള സുഹൃത്തിൻ്റെ അടുത്ത് അതിനും വേണ്ടി കാരണക്കാരായി നമ്മളെപ്പുറം തുടക്കമുണ്ടായിരുന്ന എല്ലാ ഒരുവിധ ആൾക്കാർ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രവീൺ നായരുണ്ട്, പിന്നെ പ്രവിന്ദുണ്ട്, പിന്നെ ഒരുപാട് പേര് ലിയോൺ കെ തോമസ് ഉണ്ട്, ഉണ്ണേട്ടനെ ഹരിയേട്ടനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു.
അങ്ങനെ കുറേ ആൾക്കാർ ഇവരെല്ലാവരെയും അന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്ത് അതിനു വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ ഉണ്ടായിരുന്നോ എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് തരുന്ന ഒരു ഔട്ട്പുട്ടിനെയാണ് ജനങ്ങൾ നല്ലത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു വർക്കായി മാറുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരാൾ നിന്നിട്ട് എന്തെങ്കിലും ചെയ്താലൊന്നും ആവുന്നില്ല. പിന്നെ അതിനൊരു ബേസിക് ഉണ്ടാകാൻ, അതിനൊരു അടിത്തറ ഉണ്ടാകാൻ നമ്മൾ തുടക്കക്കാരാണെന്ന് മാത്രം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ കോഴിക്കോട് വിട്ടാൽ നമ്മളെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ വിറ്റിട്ടും നമുക്ക് നമ്മളെ സ്വന്തം വീട്ടുകാരെ പോലെ ഫാൻസ് ഉണ്ടായ ഒരു നാടാണ് വർക്കല. നമ്മളെ പൊന്നു പോലെ കൊണ്ടടക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലവര്. തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലമുണ്ട്. അല്ല, ഒരുപാട് സ്ഥലങ്ങൾ, കിള്ളിക്കോട്, കിള്ളി, കിള്ളി, അങ്ങനത്തെ തൊളിക്കോട്, കിള്ളി, അതിലിപ്പോ ഭീമാപള്ളിയാ. വർക്കലയിൽ ദിലിയ ഫാത്തിമ വീണ്ടും നമ്മൾ 20 വർഷത്തിന് ശേഷം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം അവിടുന്ന് 4 ദിവസം കൊണ്ട് മില്യൺ വ്യൂവേഴ്സ് ഒക്കെയാണ് ആ ഒരു പരിപാടിക്ക് കമന്റ് വായിക്കുമ്പോൾ. നാട് പ്രതീക്ഷയോടുകൂടി നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ പരിപാടിക്ക് പോയപ്പോൾ 8, 10, 12 വയസ്സുള്ള പാട്ട് കേൾക്കാൻ വന്ന സൽമാൻ എന്ന് പറയുന്ന അവനാണ് ഈ പരിപാടി ഇന്ന് കോർഡിനേറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത്. റോക്ക് ബോയ്സ് എന്ന് പറഞ്ഞ ടീമിന് നോക്കണം, അവന്റെ 13ാമത്തെ വയസ്സിൽ അവൻ പരിപാടി കാണാൻ വന്നവന് അവന്റെ 33ാമത്തിലോ 30ലോ വയസ്സിൽ അവൻ പ്രോഗ്രാം ചെയ്യാം. നമ്മളും അതേപോലെ തന്നെ ഉണ്ട്, അവൻ വലുതായിട്ടുണ്ട്. അതിനോട് കണക്ട് ചെയ്ത ഒരു കാര്യം പറയാൻ, ഒരു കഴിഞ്ഞ വർഷം പോയ ഒരു കോളേജിൽ ഞാൻ പറഞ്ഞില്ല, കോളേജുകളിൽ എനിക്ക് വർഷത്തിൽ ഒരു 4-5 കോളേജ് മിനിമം ഏറ്റവും ചുരുങ്ങിയ സീസണിൽ അവരെ ആർട്സ് ഡേയിൽ യൂണിയൻ ഇനാഗ്രേഷനും ഒക്കെ ആയിട്ട് എപ്പോഴും മുറിയാതെ കൊറോണ കാലം വെച്ചാൽ ബാക്കി എല്ലാ 22 കൊല്ലവും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയ ഒരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ എൻ്റെ അടുത്ത് പറയാണ്, പലരും ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അയാൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ യൂണിയൻ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതേ കോളേജിൽ അയാൾ പ്രിൻസിപ്പളായി നിൽക്കുമ്പോൾ അത് അയാൾ പറയാതെ പൊട്ടിക്കാതെ വെച്ച് എന്നെ മുന്നിലെത്തി മൈക്കിൽ പറഞ്ഞ് മൂപ്പർ വികാരാതീതനായി എന്തെല്ലോ ഇതായി കരഞ്ഞ് മുമ്പ് ഓടിയ കുട്ടികളെ ഒപ്പം അയാൾ അത്രയും സ്നേഹമാണ്. കുട്ടികൾ ഭയങ്കര ഇതായി പോയി, എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അതെന്തൊരു രസമുള്ള സംഭവം അത്. ഞാൻ ഇന്ന് എൻ്റെ കുട്ടികളെ മുന്നിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. അന്ന് യൂണിയൻ തമ്മിലുള്ള മത്സരത്തിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം പോകുന്ന ആളാണ്, മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയാണ്. അത് ഒരു ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ MSFൻ്റെ കുട്ടികളൊക്കെ അധികം നമ്മളെ മറ്റൊരു കൊണ്ടുപോകാനല്ലേ എല്ലാവരും കൊണ്ടുപോകാറുണ്ട്, കലാകാരൻ എന്നുള്ള ആൾക്ക്. അപ്പം അന്ന് അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് തരണം ചെയ്ത് എന്നെയും മുനീർ സാഹിബിനെയും കൂടി സ്റ്റേജിൽ എത്തിച്ച് റിസ്ക് എടുത്ത ആള് ഇന്ന് പ്രിൻസിപ്പളാണ് വേറെ കോളേജിലെ. അവിടെ പോയപ്പം അയാൾ പറഞ്ഞ കാര്യമായി പറയുന്നത്, ഇവന് ഇന്ന് പറഞ്ഞ പോലെ അന്ന് 13 വയസ്സുള്ള പയ്യൻ ഇന്ന് നമ്മളെ പരിപാടി ചെയ്യുന്നത്. അന്ന് 13 വയസ്സുള്ള ആസ്വാദകനെ ഇന്ന് നമ്മളെ പ്രോഗ്രാം ചെയ്യാന്ന് പറയാ. നമ്മളെ കൊണ്ടുവരും. അപ്പൊ ഈ വയസ്സായിട്ടുണ്ട് അന്നേരം നമ്മളുണ്ടാവുന്നുള്ള ആക്രാന്ത ഓരോരുത്തർ ഫ്യൂസ് അടിച്ച് എപ്പോഴാ പോകുന്നത്. ഞാളൊക്കെ മരിച്ചു പോയാലും പാട്ടുപിട ഉണ്ടാവുന്നുള്ള സമാധാനമായി. ശരിക്ക് പലപ്പോഴും പല കലാകാരന്മാർക്കും മരണത്തിന് ശേഷം അംഗീകാരം കിട്ടുകയും അവരെക്കുറിച്ച് വാദോരാത ആളുകൾ പറയുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യവശാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി. നെക്സ്റ്റ് ജനറേഷൻ നമ്മളെ കൊണ്ടാടുന്നു, അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അത് കണ്ട് നമ്മളെ നിലനിർത്തിയ കുട്ടികൾ സന്തോഷിക്കുന്നു, അവരെ ആനന്ദ കണ്ണീര് കാണുന്നു. അവരൊന്നും ഉറങ്ങുന്നില്ലട സോഷ്യൽ മീഡിയയിൽ. കാരണം അന്ന് ഞങ്ങളെ അപമാനിച്ചവൻ്റെ മോനക്കഥ സ്റ്റാറ്റസ് വെക്കുന്ന, മോളത പാടുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അതൊക്കെ മറന്നാളാ. നമുക്ക് കാലം തരുന്ന അംഗീകാരമാണത്. അത് ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. കാരണം എന്താ അറിയോ, പലരെയും നമ്മൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവം അത്. ഒന്നിക്കെ കണ്ണും ചിപ്പറൊന്നും കാണാണ്ടായി അത്തുംപിത്തുമായ സമയത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള അവാർഡ് കൊടുക്കുക. ഏത് ഇയാള് ഒന്നും അല്ലാണ്ട് ബോധമില്ല സമയത്ത്, അല്ലെ മരിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുക. ഈ അടുത്ത കണ്ടിക്ക് എന്തൊരു വിരോധാഭാസമാണ്. ശ്രീനിവാസൻ ചേട്ടന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു അവാർഡ്. അതെന്താ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർ കൊടുത്തുവരായിരുന്നു? അതൊന്നും ജീവിച്ചിരിക്കുന്നു തോന്നുന്നില്ല. അതെന്താ അത് അംഗീകരിക്കാനുള്ള ഒരു പ്രയാസം അതെല്ലാവർക്കും ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ, ചില സംഘടനകൾ പോലത്തെ ചില ആളുകൾ അങ്ങനെ തീരുമാനിക്കുക, കുറച്ച് കഴിയട്ടെ. പക്ഷെ ജനങ്ങൾ അങ്ങനെ തീരുമാനിച്ചില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ അത് സിനിമാ രംഗത്തുള്ള പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ടായ മണിച്ചേട്ടനും ജാസി ഗിഫ്റ്റിനാ. എൻ്റെ വിശ്വാസം അതാണ്. ഇന്നും ജാസി ചേട്ടൻ ഇതേ ലിസ്റ്റും പാടിയിട്ട് അന്നത്തെ 2000-ലെ ലിസ്റ്റും പാടിയിട്ടാണ് ഇന്നും കിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസി ചേട്ടൻ്റെ കൂടിയ ഫാനായ. അതുപോലെ പുള്ളി സംഗീതം ചെയ്തൊരു കന്നഡ പടത്തിൽ അതിന്റെ മലയാളം റീമേക്കിംഗ് വന്നപ്പോൾ മൂപ്പറ സംഗീതത്തിൽ വരികൾ എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇപ്പൊ ഷഫീഖ് ചെയ്ത്, ഇനി പുതിയ ഏതെങ്കിലും സിനിമ വിശേഷങ്ങൾ? ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ പറയാം,
ഈ കഷ്ടപ്പെട്ട് പൈങ്കിളിപ്പാട്ടുകാരൻ്റെ കൂടെ കൂടി എന്തിനാണ് നടക്കുന്നതെന്ന് ഇൻസൾട്ട് ചെയ്യപ്പെട്ട എൻ്റെ ചങ്കളായ കുറേ പേര് നിലനിർത്തിയതിൻ്റെ പേരിൽ മാത്രം സിനിമയിൽ വരെ എഴുതാൻ സാധിച്ചു എന്നുള്ള അഭിമാനം. അതിനുശേഷം അതിൽ അഭിനയിക്കാനും കഴിഞ്ഞു. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിൽ അവസരങ്ങളൊന്നും കിട്ടാത്ത കാലത്ത് ആ വേഷങ്ങൾ മുഴുവൻ ആവേശത്തോടു കൂടി ഞങ്ങൾ ആൽബങ്ങളിൽ ചെയ്ത് തീർത്ത്. ഇവനൊക്കെ അഭിനയിച്ച ഒരു കോമഡി സ്റ്റേജിലെ നാടകം പോലത്തെ ഒരു പാട്ടിൽ അതിൻ്റെ അകത്ത് ഞാനൊരു വില്ലൻ ക്യാരക്ടർ, വില്ലനാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിച്ച് മരിച്ചു പോകും. അതും ഷൂട്ടിങ് കാണാൻ പോയപ്പോൾ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് തീർത്ത് പിന്നീട് സൂഫിയും സുജാതയിൽ എഴുതാൻ സാധിച്ചു. ഞാനിപ്പോൾ പറഞ്ഞ ജാസി ഗിഫ്റ്റ് സാറിൻ്റെ സംഗീതത്തിൽ സിൽക്ക് എന്ന് പറഞ്ഞ മൂവിയിൽ, പിന്നെ പീരങ്കിയും തേനീച്ചപ്പടയും ന്യൂ ജൻ മൂവിയാണ്, അതിനകത്ത് എഴുതി. തേജറിൻ്റെ മ്യൂസിക്കിൽ, റോണി റാഫേലിൻ്റെ മ്യൂസിക്കിൽ പ്രിയദർശൻ സാറും ലാൽ സാറും ഉള്ള മൂവി, ബിഗ് ബഡ്ജറ്റ് മൂവി, നമ്മുടെ മരക്കാർ, അറബിക്കടലിലെ സിംഹം. പിന്നെ മറ്റേ ഇത് അതായത് കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിൽ മറ്റേ ആസിഫ് അലി പിന്നെ സിബി മലയിൽ മൂവിയിൽ ഒരു സിറ്റുവേഷൻ സോങ് എഴുതി. അങ്ങനെ സിനിമകളിൽ പാട്ട് എഴുതാനും പിന്നീട് തല്ലുമാല സിംഗിൾ ടേക്ക് മൂവിയായ സർഷിക് റോഷൻ്റെ എന്താ എസ്കേപ്പ്, പിന്നെ ആകാശം കടന്നു നമ്മുടെ സിദ്ദീഖ് കൊടിയത്തൂരിൻ്റെ, അത് കഴിഞ്ഞ് വള എന്ന് പറയുന്ന മുഹാസിൻ്റെ മൂവിയിൽ ധ്യാൻ ശ്രീനിവാസൻ ലുക്മാനൊക്കെ ഉള്ള അതിനകത്തൊരു വേഷം ചെയ്തു. അതിപ്പം പ്രൈമിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് 5ാമത്തെ പടം പിന്നെ നമ്മളെ കടകനൊക്കെ ചെയ്തിട്ടുള്ള സജിൽ മമ്പാട് പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഡർബി എന്ന് പറഞ്ഞ മൂവിയാണ്. ഒരു കോളേജ് ക്യാമ്പസ് തട്ടുപൊളിപ്പൻ കിഡിലൻ മൂവിയാണ്. അത് നമ്മളെയൊന്നും അല്ല അതിൽ ശ്രദ്ധിക്കുക. ഞാനതിൽ അധ്യാപകനാണ്, ലെക്ചറാണ്. 10ാം ക്ലാസ് തോറ്റേ ഞാൻ മാഷായല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എൻ്റെ മക്കളോട് പറഞ്ഞ. അപ്പോൾ അതിനകത്ത് 2 ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് മലയാള സിനിമയിലെ പല സിനിമകളിലും യൂത്തിൻ്റെ സ്റ്റാർസിൻ്റെ ഇടയിൽ ഇടം പിടിച്ച കുട്ടികളാണ്. ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്, മിസ് ചെയ്യരുത്. ഡർബി അത് ആ പടം ഒന്ന് കാണണം. മ്യൂസിക്കലി ആയാലും ആക്ഷൻ ആയാലും അതുപോലെ ഡ്രാമ ആയാലും എല്ലാ സാധനവും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ പിള്ളേരുടെ വൈബ്, പിള്ളേരുടെ കോളേജ് എന്താണോ അത് ഒപ്പം മാഷായിട്ട് ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ ഇന്നെ തുടരാൻ അനുവദിക്കണം. ഓക്കെ, വിശേഷങ്ങളൊന്നും തീരുന്നില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതെ, എനിക്ക് നല്ലോണം ബൈക്കുന്നു. എനിക്കും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. അപ്പൊ എന്താ പറയാ, ഷാഫിക ജലാൽക്ക, പഠിച്ചോൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പഠിച്ചോൻ വിചാരിക്കും ഇനി എന്താ കൊടുക്കണ്ടേ ഇവർക്ക് ഉണ്ടാക്കുന്നു. അത്രയും അൽഹംദുലില്ലാ നമ്മൾ സ്വപ്നം കണ്ടതിൻ്റെ എത്രയോ അപ്പുറത്തുള്ള ഒരു ലൈഫ് ഇപ്പം വീണ്ടും പുതിയ ജനറേഷനിലെ കുട്ടികളെ കൊണ്ട് അത് തുടർന്നു പോകാനുള്ള വാതിൽ തുറക്കപ്പെട്ടു. ഇതൊക്കെ കൊണ്ട് അൽഹംദുലില്ലാ ഒന്നുമില്ല, നമ്മളെ തലമുറകളോളം ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മളെ കൊണ്ട് ആവാകുന്ന അത്ര ഹെൽപ്പ് ചുറ്റോടുള്ള സഹജീവികളോട് ചെയ്യുന്നുണ്ട്. എല്ലാ കലാകാരന്മാരും ചെയ്യുന്നുണ്ട്. ആരും ചിലർ പറയുന്നില്ല എന്നുള്ളൂ. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ മാതൃകാപരമായ കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർ ചെയ്യട്ടെ. അപ്പോൾ ആ വരുമാനം മുടങ്ങാതെ നമ്മളെ പരമ്പരകളോളം നിലനിൽക്കാൻ നിങ്ങൾ പിൽക്കാലത്ത് ഞങ്ങളെ കുട്ടികളൊക്കെ കലാമേഖലയിലോ ഏത് മേഖലയിൽ നിങ്ങൾ അറിയുന്ന മേഖലയിലാണ് വരുന്നതെങ്കിൽ സ്വീകരിക്കുക. അവരെയും ഇതേ സപ്പോർട്ട് കൂടി, നമ്മളെ മക്കളെ മാത്രമല്ല കേട്ടോ, ഏതെല്ലാം വീടുന്ന ആരൊക്കെ പ്രതിഭകളായി ഇനി ഇറങ്ങാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കെല്ലാവർക്കും ഇതേ പിന്തുണ കൊടുക്കുക, പരിഗണന കൊടുക്കുക. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച് അവസാനം ഇരിക്കാൻ പറ്റിയത് വലിയ സന്തോഷം. ഇനി എന്താ പറയാനുള്ള പറഞ്ഞോ? അല്ല, ഞാൻ ഷാഫി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പം നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും നൈനിഷന്ത് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാത്തതെന്ന്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ കുറേ പരിപാടിയിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഷാഫി സംസാരിക്കുമ്പോൾ അത് കേൾക്കാമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാണ്. വീണ്ടും ഞങ്ങളെയൊക്കെ കുത്തിപ്പൊക്കി പ്രോത്സാഹിപ്പിച്ച് ഇഷ്ടപ്പെട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി പറയാനുള്ള ഒരു അവസരം ഗാലറി വിഷൻ്റെ ഈ ചാനലിനും ഗാലറി വിഷൻ്റെ പ്രിയപ്പെട്ട ഷെർഫോനും അതുപോലെ തന്നെ നൈനിഷയ്ക്കും ക്യാമറമാൻ എല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഇപ്പം പറഞ്ഞെന്താ എന്നോട് ചോദ്യം ചോദിക്കാത്തതും സംസാരിക്കാത്തതും ഇത്രയേറെ എൻ്റെ പ്രേതം ഇവിടെ കുത്തിന് വർത്താൻ പറഞ്ഞ പറ എന്ന് പറഞ്ഞേക്ക്. പിന്നെ ഞാനിങ്ങനെ നരമ്പിന് ഒത്തുകൊണ്ട് ഉമ്മ അങ്ങനെ പറയാ,
നരമ്പിന് കൊത്തുകൊണ്ട് പോലെ ഇങ്ങനെ പറഞ്ഞോണ്ട്. ഞാൻ പണ്ടേ ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ ഞാനേ ഈ കാണുന്നവർക്ക് മനസ്സിലാവും പാരഗ്രാഫ് പോലെ. ഞാൻ അന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോണ്ടിരിക്കല്ലേ. ഞാനും ആ ഞാൻ ഭയങ്കര വേദന കഴിഞ്ഞോ വല്ലാണ്ട് ഇക്കിളിയുണ്ട്. സത്യം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.